സ്ട്രോക്ക് വന്നതിന് ശേഷം ഫസ്റ്റ് 3 to 4 വീക്സ് ആണ് നമ്മൾ പറയുന്നത് ഗോൾഡൻ പീരീഡ് എന്ന് പറയുന്നത്. ഈ ഗോൾഡൻ പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രെയിൻ മറന്നുപോയ കാര്യങ്ങൾ നമുക്ക് തിരിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് ഈ 3 to 4 വീക്സ് എന്ന് പറയുന്നത്. പലരും ചെയ്യുന്ന തെറ്റാണ് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തിക്കഴിഞ്ഞിട്ട് ഒരു മന്ത് റെസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ പേഷ്യൻ്റ് ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ എന്നുള്ള രീതിയിൽ പേഷ്യൻ്റ് ഒന്ന് കിടക്കും. ആ ഒരു കിടത്തമാണ് നമ്മൾ സ്ട്രോക്കിൻ്റെ റിക്കവറിയെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സമയം. ഇവിടെ പേഷ്യൻറ്റിന് സ്ട്രോക്ക് വന്നതിന് ശേഷമുള്ള ക്ഷീണമല്ല, സ്ട്രോക്ക് വന്നതിന് ശേഷമുള്ള ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ആണ് അവിടെ സംഭവിക്കുന്നത്. അതൊന്ന് എത്രയും പെട്ടെന്ന് പേഷ്യൻറ്റിനെ റിക്കവർ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ 3 to 4 വീക്സ് എന്ന് പറയുന്നത്? ആ 3 to 4 വീക്സ് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് അറിയണമെങ്കിൽ എങ്ങനെയാണ് സ്ട്രോക്ക് സംഭവിക്കുന്നതെന്ന് നമുക്ക് ആദ്യം അറിയണം. സ്ട്രോക്ക് സംഭവിക്കുന്നത് രണ്ട് രീതിയിലാണ്. ഒന്നെങ്കിൽ രക്തക്കുഴലുകൾ പൊട്ടിപ്പോവുക, അല്ലെങ്കിൽ രക്തക്കുഴലുകൾ അടഞ്ഞു പോവുക. രക്തക്കുഴൽ പൊട്ടിപ്പോവുക എന്ന് പറയുന്നത് നമുക്ക് BP കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ ഒരുപാട് BP വന്ന് രക്തക്കുഴലുകൾക്ക് താങ്ങാൻ കഴിയാതെ പൊട്ടിപ്പോകുന്ന അവസ്ഥയ്ക്കാണ് ഹെമറേജിക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ബ്രെയിനിലേക്ക് പോകുന്ന ബ്ലഡ് അത് എത്തേണ്ട സ്ഥലത്തെത്താതെ വഴിയിൽ വെച്ച് പൊട്ടി അവിടെ മൊത്തം പരക്കുന്ന ഒരു പ്രക്രിയയ്ക്കാണ് ഹെമറേജിക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. മറ്റൊരവസ്ഥയാണ് ഇഷ്കീമിക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇഷ്കീമിക് സ്ട്രോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രക്തക്കുഴലുകൾ അടഞ്ഞു പോവുക, എന്തെങ്കിലും അതിറോസ്ക്ലെറോട്ടിക് പ്ലേക്ക് കൊണ്ട് അടഞ്ഞു പോവുക. അടഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല. കാരണം അത് കാലക്രമേണ അടഞ്ഞു വരുന്ന സമയത്ത് ബ്രെയിനിൻ്റെ ഒരു ഏരിയയിലേക്കുള്ള ബ്ലഡ് സപ്ലൈ മെല്ലെ 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 കുറയും. നമുക്ക് ചെറിയ ചെറിയ സിംറ്റംസ് ആയിട്ടായിരിക്കും. ചിലവർക്ക് ക്ഷീണം, അല്ലെങ്കിൽ പെട്ടെന്ന് എണീക്കുമ്പോഴുള്ള തലചുറ്റൽ, കുനിഞ്ഞെണീക്കുമ്പോഴുള്ള തലചുറ്റൽ, രാവിലെ എണീച്ചപാട് ഒരു ഉഷാറില്ലായ്മ, കുറച്ച് നേരം ഓടുമ്പം എന്തോ പെട്ടെന്ന് കുഴച്ചിൽ വരിക, എണീച്ചിരിക്കുന്ന സമയത്ത് ബാലൻസ് ഇല്ലാണ്ട് തോന്നുക, നേരെ നടക്കുമ്പം ചരിഞ്ഞ് പോകുന്ന പോലെ തോന്നുക. ഇതൊക്കെ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. ചിലർ വിചാരിക്കും തലചുറ്റലാണ്, അല്ലെങ്കിൽ ഷുഗർ കുറയുന്നതുകൊണ്ടാണ്, ചിലപ്പം BP കുറയുന്നതുകൊണ്ടായിരിക്കും, BP കൂടുന്നതുകൊണ്ടായിരിക്കും എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇതിനെ ഒരു ചെറിയ രീതിയിൽ തള്ളിക്കളയും. ആക്ച്വലി ഇറ്റ്സ് മേ ബി ഒരു സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളായിരിക്കും. സ്ട്രോക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. ബി ഫാസ്റ്റ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് അതിൻ്റെ ലക്ഷണങ്ങളും വരുന്നത്. അതായത് B എന്ന് ഉദ്ദേശിക്കുന്നത് ബാലൻസ് ആണ്, E എന്ന് പറയുന്നത് ഐസ്, F എന്ന് പറയുന്നത് ഫേസ് ആണ്. ഫേസിലെ ഡീവിയേഷൻ, ഒരു ചുണ്ട് സൈഡിലേക്ക് ഓടിപ്പോവുക, നാവ് ഓടിപ്പോവുക, കണ്ണ് തുറക്കാൻ പറ്റായ്മ, പുരുകം പൊന്തിക്കാൻ പറ്റാതെ വരിക. ഇതൊക്കെയാണ് ഫേസിൽ വരുന്ന ഫീച്ചേഴ്സ്. നെക്സ്റ്റ് വരുന്നത് ആംസ് ആണ്. രണ്ട് കൈ ഒരുമിച്ച് പൊന്തിക്കാൻ പറയുന്ന സമയത്ത് രണ്ട് കൈ ഒരുമിച്ച് പൊന്തിക്കാൻ പറ്റാതിരിക്കുക, സൈഡിലേക്ക് പൊന്തിക്കാൻ പറ്റാതിരിക്കുക, വെള്ളം അനക്കാൻ പറ്റാണ്ടിരിക്കുക. അതായത് രണ്ട് കൈയും ഒരേപോലെ അനക്കുമ്പോൾ ഏതെങ്കിലും ഒരു കൈക്ക് മാത്രം ഒരു ക്ഷീണം പോലെ ഫീൽ ചെയ്യുക. അതൊക്കെയാണ് ആംസിൽ വരുന്ന ഫീച്ചേഴ്സ്. അടുത്തതാണ് എസ് എന്ന് പറയുന്നത് സ്പീച്ചാണ്. സ്പീച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവ് ഒരു സൈഡിലേക്ക് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ സ്പീച്ചിന് പ്രശ്നം വരുന്നത്. അപ്പം ആളോട് എന്തെങ്കിലും സംസാരിക്കാൻ പറയുമ്പോൾ കുഴഞ്ഞു പോകുന്ന പോലെ ഉണ്ടെങ്കിൽ മേ ബി ആൾക്ക് സ്ട്രോക്കിൻ്റെ ലക്ഷണമായിരിക്കും. ലാസ്റ്റ് വരുന്ന T എന്ന് പറയുന്നതാണ് ടൈം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒരു പേഷ്യൻറ്റിന് സ്ട്രോക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്തിൻ 10 to 5 minutes നമുക്ക് പേഷ്യൻറ്റ് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റണം. അത് തലചുറ്റലാണോ എന്നുള്ള വിചാരിച്ചിട്ട് പേഷ്യൻറ്റ് വെള്ളം കൊടുക്കുക. ചിലപ്പം ഓൾറെഡി BP കൂടിയത് കാരണം ഹെമറേജിക് സ്ട്രോക്ക് വന്ന ആൾക്ക് തലചുറ്റലായിരിക്കും, BP കുറഞ്ഞതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഉപ്പിട്ട വെള്ളം കൊടുക്കുക. അങ്ങനത്തെ ഒന്നും ചെയ്യരുത്. ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക്, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ പ്രൊഫഷണൽ അടുത്തുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കാണിക്കുക. നമ്മൾ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കി. പക്ഷേ ഈ ലക്ഷണങ്ങളെല്ലാം എന്തുകൊണ്ടാണ് വരുന്നത്, ബ്രെയിനിൽ എന്താണ് നടക്കുന്നത്, അത് നമുക്കറിയണ്ടേ. സോ നമ്മളെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയുന്ന സമയത്ത്, അല്ലെങ്കിൽ എത്താതിരിക്കുന്ന സമയത്ത് ആ ഭാഗത്തേക്കുള്ള ഓക്സിജൻ സപ്ലൈ വളരെയധികം കുറഞ്ഞു പോകും. അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ബ്രെയിനിന് നോർമലി വർക്ക് ചെയ്യുന്ന പോലെ വർക്ക് ചെയ്യാൻ പറ്റാണ്ടിരിക്കുക. അങ്ങനെയാണ് പതുക്കെ ഈ ബ്രെയിൻ സെൽസ് ഡാമേജ് ആവുന്നത് ഇഷ്കീമിക് സ്ട്രോക്കിലായിരിക്കും. പെട്ടെന്ന് തന്നെ ഈ ഓക്സിജൻ സപ്ലൈ ബ്രേക്ക് ആവുന്ന കേസാണ് ഹെമറേജിക് സ്ട്രോക്കിൽ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഹെമറേജിക് സ്ട്രോക്കുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. കാരണം പേഷ്യൻ്റ് പെട്ടെന്ന് തന്നെ എല്ലാ ലക്ഷണങ്ങളും കാണിച്ചു തുടങ്ങും. ഇഷ്കീമിക് സ്ട്രോക്ക് ആവുന്ന സമയത്ത് മെല്ലെ കാണിച്ചു തുടങ്ങുന്നതുകൊണ്ടാണ് നമുക്ക് അറിയാൻ പറ്റാത്തത്. അപ്പം ഓക്സിജൻ സപ്ലൈ മെല്ലെ കുറയുന്നത് ബ്രെയിനിനെ കുറേ കാലത്തേക്ക് ഓക്സിജൻ സപ്ലൈ കുറച്ച് സെൽസ് ഡാമേജ് ആക്കാൻ കാരണമാവും. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ബ്രെയിനിൽ ഈ ഡാമേജ് ആയ സെൽസ് എല്ലാം പിന്നീട് ശരിയാവുമോ എന്നുള്ളത്. നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് ശരിയാക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ ബ്രെയിനിൻ്റെ ഒരു എബിലിറ്റി ഉണ്ട്, അതായത് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയും. ഒരു സ്ഥലം, അതായത് ബ്രെയിനിൽ ഒരു സ്ഥലം കേടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ഥലത്തിൻ്റെ ജോലി നമുക്ക് വേറെ സ്ഥലങ്ങളിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാനുള്ള കഴിവ് ബ്രെയിനുണ്ട്. പക്ഷെ അത് ഒറ്റയ്ക്ക് റിവയർ ചെയ്യില്ല. നമ്മൾ ആ ഒരു നഷ്ടപ്പെട്ട
ഒരു എബിലിറ്റി നമുക്ക് ആവശ്യമുണ്ടെന്ന് ബ്രെയിനിനെ ബോധ്യപ്പെടുത്തുക എങ്ങനെയാണ് നമ്മളത് വീണ്ടും 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 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഏരിയ ആവശ്യമുള്ളതായിരുന്നു, നമുക്കത് വേറെ സ്ഥലങ്ങൾ വഴി അത് നടത്തിയെടുക്കണം എന്നുള്ളത് ബ്രെയിനിന് മനസ്സിലാവുകയുള്ളൂ. ഇനി നമുക്ക് മാന ഹെൽത്തിൽ സ്ട്രോക്ക് റിക്കവറിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ വരുന്നതാണ് ഫിസിയോതെറാപ്പിയിൽ നമ്മൾ മസിൽ സ്ട്രെങ്ത്തിനെയും ബാലൻസ്, കോർഡിനേഷൻ എല്ലാം ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട് പേഷ്യൻറ്റിനെ ട്രെയിൻ ചെയ്യാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് കൊഗ്നിറ്റീവ് റിഹാബ് എന്ന് പറയുന്നത് നമുക്ക് പേഷ്യൻസിന് ഉണ്ടാകുന്ന ചെറിയ ഓർമ്മക്കുറവ്, ശ്രദ്ധക്കുറവെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാവുന്ന ഒരു റിഹാബ് പ്രോഗ്രാമാണ്. നെക്സ്റ്റ് വരുന്നതാണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് ഗ്ലൗ എന്ന് പറയുന്നത്. സ്മാർട്ട് ഗ്ലൗ യൂസ് ചെയ്തിട്ട് നമുക്ക് നഷ്ടപ്പെട്ട വിരലിൻ്റെയും കൈൻ്റെയും മൂവ്മെൻറ്റ്സ് നമുക്ക് മാക്സിമം തിരിച്ചെടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ സാധാരണ ജീവിതത്തിൽ പിടിക്കുന്ന കപ്പ് പിടിക്കുക, എന്തെങ്കിലും സാധനം എടുക്കുക, കുപ്പി എടുക്കുക, ഇങ്ങനത്തെ പല രീതിയിലുള്ള ഗ്രിപ്പുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും അതിൻ്റെ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാനും നമുക്ക് സ്മാർട്ട് ഗ്ലൗ ഉപയോഗിച്ചിട്ട് സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ഫാമിലി ട്രെയിനിങ് എന്ന് പറയുന്നത്. ഒരു കെയർ ടേക്കർ, എങ്ങനെയായാലും ഒരു പേഷ്യൻറ്റിന് വീട്ടിലൊരു കെയർ ടേക്കർ ഉണ്ടാവും. ആ കെയർ ടേക്കർ കൂടിയായിരിക്കും ഏറ്റവും കൂടുതൽ പേഷ്യൻറ്റ് ചിലവഴിക്കുന്നത്. സോ നമ്മളിവിടെ വരുന്ന പേഷ്യൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന കൂടെ തന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ എക്സസൈസ് ചെയ്യണം, പേഷ്യൻ്റ് എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എങ്ങനെ ബെഡിൽ നിന്ന് എണീക്കണം, എങ്ങനെ നടക്കണം എന്നുള്ളതൊക്കെ പേഷ്യൻറ്റിന് കൂടെ തന്നെ നമുക്ക് ഫാമിലിയിലുള്ള കെയർ ടേക്കറിനെ കൂടെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നതാണ് ഹൈപ്പർബാറിക് ഓക്സിജൻ തെറാപ്പി അഥവാ HBOT. HBOT കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പേഷ്യൻറ്റിന് 100% ഓക്സിജൻ ഇൻഹെയിൽ ചെയ്യാൻ കൊടുക്കുക എന്നുള്ളതാണ്. എന്തിനാണ് പേഷ്യൻറ്റിന് 100% ഓക്സിജൻ ഇൻഹെയിൽ ചെയ്യാൻ കൊടുക്കുന്നത് നമുക്ക് നോക്കാം. സ്ട്രോക്ക് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രെയിനിലെ സെൽസിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയുന്ന വഴിയാണ്. ബ്ലഡ് സപ്ലൈ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെയിൻ സെൽസിലുള്ള ഓക്സിജൻ കണ്ടന്റ് വളരെയധികം കുറയും. സോ ഓൾറെഡി ഡാമേജ്ഡ് ആയ ബ്രെയിൻ സെൽസിനെ റിക്കവർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഹൈപ്പർബാറിക് ഓക്സിജൻ തെറാപ്പി ചെയ്യുന്നത്. നമ്മുടെ ബ്ലഡിലുള്ള ഓക്സിജൻ്റെ അളവ് കൂട്ടുന്നത് വഴി കുറച്ച് മാത്രം ബ്ലഡ് എത്തിക്കൊണ്ടിരിക്കുന്ന സെൽസിലേക്ക് കൂടുതൽ ഓക്സിജൻ എത്തിക്കാൻ നമുക്ക് സാധിക്കും. അതുവഴി നമുക്ക് മാക്സിമം റിക്കവറി സാധ്യമാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. സ്ട്രോക്ക് വന്നതിന് ശേഷം എത്ര പെട്ടെന്ന് തന്നെ നിങ്ങൾ HBOT ചെയ്യുന്നോ അത്രയും നിങ്ങൾക്ക് റിക്കവറി പോസിബിൾ ആക്കി എടുക്കാൻ പറ്റും. നമ്മൾ ലേറ്റ് ആക്കുന്നതിനനുസരിച്ചിട്ട് നമ്മളെ സെൽസ് അത് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ മറന്നുകൊണ്ടിരിക്കുകയാണ്. സോ അത് മറന്ന ടൈമിൽ തന്നെ നമുക്കതിനെ തിരിച്ച് പഠിപ്പിക്കാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മാക്സിമം റിക്കവറിയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ സ്ട്രോക്ക് എന്താണെന്നും സ്ട്രോക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സിംറ്റംസ് കാണിക്കുമെന്നും എന്തൊക്കെയാണ് നമുക്കത് റീഹാബിലിറ്റേഷന് വേണ്ടി ചെയ്യാൻ കഴിയാമെന്നെല്ലാം നമുക്ക് വീഡിയോയിൽ മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന ആർക്കെങ്കിലും സ്ട്രോക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരോട് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ ഇമ്പ്രൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാൻ പറയാം. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.